നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MTക്ക് അക്ഷര കേരളത്തിന്റെ വിട. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ നടന്നു. സംസ്ഥാനത്ത് 2 ദിവസത്തെ ദുഃഖാചരണം. കൊടകര വട്ടേക്കാട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. വട്ടേക്കാട് സ്വദേശികളായ കല്ലിങ്ങപ്പുറം വീട്ടിൽ 32 വയസ്സുള്ള സജിത്ത്, മടത്തി വീട്ടിൽ 22 വയസ്സുള്ള അഭിഷേക് എന്നിവരാണ് മരിച്ചത്. കുന്നംകുളത്ത് വീട്ടിൽ വൻ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവൻ സ്വർണം കവർന്നു. വീടിന്റെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. പാലപ്പിള്ളിയിൽ തോട്ടത്തിൽ വീണ്ടും പുലിയിറങ്ങി. ടാപ്പിംഗിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി. പറമ്പിക്കുളം പ്ലാന്റേഷനിൽ കാട്ടാന ആക്രമണത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു. ചെറുതുരുത്തിയിൽ നിലമ്പൂർ സ്വദേശി സൈനുൽ ആബിദിനെ കൊലപ്പെടുത്തി ഭാരതപ്പുഴയിൽ തള്ളിയ സംഭവത്തിൽ നടന്നത് ക്രൂരമർദ്ദനമെന്ന് പോലീസ്. കഞ്ചാവ് മാഫിയകൾ തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. പറമ്പിക്കുളം പ്ലാന്റേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു. വടക്കുംപാറ കുന്നുംപുറം സ്വദേശി ചിറ്റേക്കാട്ടിൽ 65 വയസ്സുള്ള മാധവനാണ് മരിച്ചത്. ദേശീയപാത മണലിയിൽ 15 അടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണവാക്കര റോഡിലേക്ക് തിരിയുകയായിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു കാർ ഇടിച്ചതിനെ തുടർന്നാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത്. 15,000 ക്രിസ്മസ് പാപ്പാമാർ അണിനിരക്കുന്ന ബോൺ നത്താലെ നാളെ. 107 ഇടവകകളിൽ നിന്നുള്ള പാപ്പാമാർ തൃശൂർ സ്വരാജ് റൌണ്ടിലെ ബോൺ നത്താലയുടെ ഭാഗമാകും. ബോൺ നത്താലെ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ബോൺ നത്താലയോടനുബന്ധിച്ച് നാളെ ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും രാവിലെ മുതൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും പോലീസ്. അഴീക്കോട് മത്സ്യബന്ധന വള്ളം കടലിൽ മുങ്ങി. അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി. കലാമത്സരങ്ങൾ തൃശൂരിലെ വിവിധ വേദികളിലും കായിക മത്സരങ്ങൾ കുന്നംകുളത്തുമാണ് നടത്തുന്നത്. സമാപന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. വാടാനപ്പള്ളിയിൽ വാഹനാപകടത്തിൽ 2.5 വയസ്സുകാരി മരിച്ചു. തളിക്കുളം ത്രിവേണി കണ്ണൻകേരൻ വീട്ടിൽ മണികണ്ഠന്റെ മകൾ ജാൻവിയാണ് മരിച്ചത്. പെരുമ്പിലാവ് അക്കിക്കാവിൽ അയൽവാസിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചിൽഡ്രൻസ് നഗർ മേലെപ്പുരയ്ക്കൽ വീട്ടിൽ രാജേഷിന്റെ ഭാര്യ രമ്യ, സഹോദരൻ മനോജ് എന്നിവരെയാണ് അയൽവാസി ആനന്ദൻ ആക്രമിച്ചത്. എടമുട്ടം പാലപ്പെട്ടി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്ക്. പാലപ്പെട്ടി പടിഞ്ഞാറെ വളവിന് സമീപം സൈക്കിളിലിടിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഓട്ടോയിലിടിക്കുകയായിരുന്നു. BA മ്യൂസിക് വീണയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ കാരാട്ടുകര സ്വദേശി സജിത സന്തോഷിനെ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അനുമോദിച്ചു. തൃശൂർ ആദരണീയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. അജി അധ്യക്ഷത വഹിച്ചു. നിർധന കുടുംബത്തിന് പുത്തൻ ഭവനമൊരുക്കി നെടുപുഴ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവക. മുണ്ടൂരിനടുത്ത് പെരിങ്ങന്നൂരിൽ ഇടവകാംഗം സൗജന്യമായി നൽകിയ 4.5 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചത്. തൃശൂർ കനാൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ശ്വാന പ്രദർശനം ശനി ഞായർ ദിവസങ്ങളിൽ മണ്ണത്തി വെറ്റനറി കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കും. 53 വ്യത്യസ്ത ബ്രീഡുകളിൽ നിന്നായി 350ഓളം ശ്വാനന്മാർ 2 ദിവസത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കും. അവണിശ്ശേരി ഫെസ്റ്റ് മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവത്തിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. അവണിശ്ശേരി വികസന ജനകീയ സമിതി വൈസ് പ്രസിഡന്റ് ഷീന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എളവള്ളി ഗ്രാമീണ വായനശാലയും ചിറ്റാട്ടുകര ദി നാഷണൽ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി എളവള്ളിയിൽ ജനുവരി 2-ന് സംസ്ഥാനതല ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ക്വിസ് മത്സരത്തിന്റെ ഉദ്ഘാടനവും മുരളി പെരുന്നെല്ലി MLA സമ്മാനദാനവും നിർവഹിക്കും. ബസ് അപകടത്തിൽ മരണമുണ്ടായാൽ ബസ് പെർമിറ്റ് റദ്ദാക്കുമെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തീരുമാനം പിൻവലിക്കണമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ.
അത്താണി, ചെന്നൈ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രഷ്യൻ ആർട്ട് സ്റ്റുഡിയോ വിദ്യാർത്ഥികളുടെ ചിത്രകലാ പ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നാളെ ആരംഭിക്കും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. പൊന്നാനി കൊല്ലൻപടിയിലെ ഉറൂബ് നഗർ, കണ്ണൻത്രക്കാവ് പ്രദേശങ്ങളിലേക്ക് നിലവിലുണ്ടായിരുന്ന ബസ് സർവീസ് നിർത്തിവെക്കുന്നതിന് നിർദ്ദേശം നൽകിയ MLAയുടെ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി ജോയിന്റ് RTOയെ ഉപരോധിച്ചു. യാത്രാ ദുരിതം പരിഗണിക്കാതെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് പരിഹരിക്കണമെന്ന് കോൺഗ്രസ്. കലാ സാംസ്കാരിക കൂട്ടായ്മയായ വിശ്വദർശനയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ കലാമേള സംഘടിപ്പിച്ചു. RLV ആനന്ദ് കലാമേള ഉദ്ഘാടനം ചെയ്തു. പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ ചുടലഭദ്രയുടെ കളിയാട്ടം നടന്നു. തിരുവില്ലാമല ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തൃശൂർ താലൂക്ക് NSS കരയോഗ യൂണിയനും വനിതാ യൂണിയനും സംയുക്തമായി ആതിരോത്സവം സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗം NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ തെരുവ് നാടകം അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ച നാടകം നഗരസഭാ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം മുകുന്ദപുരം യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വശാന്തി ഹോമവും ഹോമമന്ത്ര ശതാബ്ദി സമ്മേളനവും നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPM ചാലക്കുടി ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. MTയുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന്റെ നാളെയും മറ്റന്നാളും നടത്താനിരുന്ന പരിപാടികൾ മാറ്റിവെച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. മെഗാ ഇവന്റുകൾ അടക്കമുള്ള പരിപാടികൾ 28, 29, 30 തീയതികളിൽ അരങ്ങേറും. ബാലസംഘം സ്ഥാപക ദിനമായ 28-ന് നടക്കുന്ന കാർണിവലിന്റെ ഭാഗമായി പോസ്റ്റർ ഒറിഗാമി പരിശീലനം നടന്നു. മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം ചരിത്ര സ്മാരകങ്ങളെ കോർത്തിണക്കി പൈതൃക പഠനയാത്ര സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 46 സാമൂഹ്യ ശാസ്ത്ര അധ്യാപകർ പഠനയാത്രയിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി കേരളവർമ്മ ലൈബ്രറിയിൽ MTയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. MTയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുണ്ടായ ലൈബ്രറിയാണ് ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി. കേരളോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങൾക്ക് കുന്നംകുളത്ത് തുടക്കമായി. കളരിപ്പയറ്റ്, അത്ലറ്റിക്സ്, ഫുട്ബോൾ മത്സരങ്ങളും സ്റ്റേജിതര കലാരചനാ മത്സരങ്ങളുമാണ് കുന്നംകുളത്ത് നടന്നത്. കേരളോത്സവം 29-ന് സമാപിക്കും. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ ചെറുതുരുത്തി കഥകളി സ്കൂൾ നേതൃത്വം നൽകുന്ന ദേശീയ കഥകളി ഉത്സവം വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കും. വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഥകളി ഉത്സവം ഉദ്ഘാടനം ചെയ്യും. നാട്ടിക മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ UAE നാട്ടിക മഹല്ല് വെൽഫെയർ കമ്മിറ്റി നിർമ്മിച്ച 8ാമത്തെ ബൈത്തനൂർ സമർപ്പണം നടന്നു. മന്ത്രി K. രാജൻ വീടിന്റെ സമർപ്പണം നിർവഹിച്ചു. എരുമപ്പെട്ടി മുണ്ടൻകോട് വയോധികരായ സഹോദരിമാർക്ക് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവെപ്പ് കർമ്മം KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി നിർവഹിച്ചു. തങ്ക, സഹോദരി വത്സല എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ ഷൊർണൂർ RPFന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഷൊർണൂർ RPF അഡീഷണൽ SIമാരായ V. ബാലകൃഷ്ണൻ, KG ശശിധരൻ എന്നിവർ ക്ലാസ് എടുത്തു. മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യമ്പാടത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റീഫൻ മഞ്ഞല അനുസ്മരണം നടന്നു. മുൻ MLA TV ചന്ദ്രമോഹൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് മുനക്കൽ മുസ്ലിസ് ബീച്ച് ഫെസ്റ്റിവലിനിടെ 6 വയസ്സുകാരന്റെ നൃത്തം വൈറലാകുന്നു. E.T. ടൈസൺ MLAയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം കണ്ടത് 10 ലക്ഷത്തിലധികം പേർ. ശ്രീനാരായണപുരം വെമ്പല്ലൂർ സ്വദേശി വിനു ദീപി ദമ്പതികളുടെ മകനായ ശ്രാവണിന്റെ നൃത്തമാണ് വൈറലായത്.
ചാഴൂർ സെന്റ് മേരീസ് പള്ളി ഇടവകാംഗമായ ഡീക്കൻ ഷിജോ ജോഷി തറയിൽ CMI തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തന്നെ കാണിച്ചല്ലോ, മാറ്റി വായിക്കണോ? തന്നെ മാറ്റി വായിക്കണോ? വേണ്ട. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.